ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കൊഞ്ച് വെച്ച് ഒരു പ്രോൺസ് മസാല ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിനായി ഒരു 1/2 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 സവാള അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ഇടാം. ഇനി ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടി ഇടണം. തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വഴന്ന് വരുന്നത് വരെ നല്ലപോലെ വഴറ്റാം. ഒരുപാടങ്ങ് വഴന്ന് വാടി വരുമൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം എടുത്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒന്നും കൂടെ വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് എണ്ണയിൽ വഴന്ന് വരുമൊന്നും വേണ്ട, ഓൾറെഡി നമ്മൾ വഴറ്റിയെടുത്തതാണ്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം ചേർക്കാം. അതിനായി 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. പൊടിയെല്ലാം നല്ല പച്ചമണം മാറി നല്ലൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൊഞ്ചും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നല്ലപോലെ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ കൊഞ്ചിലൊക്കെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമുക്കിതിൽ ചേർക്കണം. തിളപ്പിച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് മാത്രം മതി. ഇനി ഇത് അടച്ചു വെച്ച് കൊഞ്ച് വേവുന്നത് വരെ ഒരു 1/4 മണിക്കൂറോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കൊഞ്ചൊക്കെ വെന്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇനി തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് അത്യാവശ്യം ഒന്ന് വറ്റി വരുമ്പോഴേക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒരു തിള വരെ മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഇതുപോലുള്ള വീഡിയോ വീണ്ടും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.